നമസ്കാരം. മഹിസ്റ്റക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 3 പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എത്രത്തോളം നല്ലൊരു സ്മാർട്ട് ഫോണാണ്, അതേപോലെ തന്നെ റെഡ്മി നോട്ട് 7 പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എത്രത്തോളം വെല്ലുവിളി ഉയർത്താൻ ഈ പറയുന്ന റിയൽമി 3 പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിന് സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യം എടുക്കാം. 6.3 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേയുമായിട്ടാണ് റിയൽമി 3 പ്രോ വരുന്നത്. IPS LCD ഡിസ്പ്ലേയുമായിട്ടാണ് റിയൽമി 3 പ്രോ വരുന്നത്. ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. അതേപോലെ തന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനുമുള്ള മൊബൈൽ ഫോണാണ് ഈ പറയുന്ന റിയൽമി 3 പ്രോ എന്ന് പറയുന്നത്. അതായത് നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി, അതായത് നമ്മൾ റിയൽമി 2 പ്രോയിലൊക്കെ കണ്ടതാണ്. റിയൽമി 2 പ്രോയുടെ ഡിസ്പ്ലേ ക്വാളിറ്റി വളരെ മികച്ച ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയുള്ള മൊബൈൽ ഫോണായിരുന്നു. റിയൽമി 3 പ്രോയുടെ കാര്യത്തിലും അതേപോലത്തെ അല്ലെങ്കിൽ അതിനേക്കാളും മികച്ച ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസൈൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബോഡിയിലാണ് ഈ പറയുന്ന റിയൽമി 3 പ്രോ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം റെഡ്മി നോട്ട് 7 പ്രോയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്ലാസ് ബോഡിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രീമിയം ഫീലിൻ്റെ കാര്യത്തിൽ ഒരു റെഡ്മി നോട്ട് 7 പ്രോ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും നല്ലൊരു ചോയ്സ് എന്ന് പറയുന്നത്. അതേസമയം റിയൽമി 3 പ്രോ നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോഡിയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ഗ്രാം ഭാരം കുറവാണ്. റെഡ്മി നോട്ട് 7 പ്രോയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14 ഗ്രാം ഭാരം കുറവാണ് റിയൽമി 3 പ്രോയ്ക്ക്. അതായത് 174 ഗ്രാമാണ് റിയൽമി 3 പ്രോയുടെ ഭാരം. അതേസമയം റെഡ്മി നോട്ട് 7 പ്രോയുടെ ഭാരം എന്ന് പറയുന്നത് 186 ഗ്രാമാണ്. തീർച്ചയായിട്ടും ഭാരക്കുറവുണ്ട് എന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. മറുഭാഗത്ത് ആ ഒരു പ്രീമിയം ഫീൽ പക്ഷേ കിട്ടുന്നത് റെഡ്മി നോട്ട് 7 പ്രോയ്ക്കാണോ എന്നുള്ളതാണ്. അടുത്തതായിട്ട് പ്രോസറിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 710 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഈ പറയുന്ന റിയൽമി 3 പ്രോയിൽ കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ റെഡ്മി നോട്ട് 7 പ്രോയിൽ കണ്ട സ്നാപ്ഡ്രാഗൺ 675 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് തുല്യമെന്ന് പറയാം. കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CPU പെർഫോമൻസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 675 ആണ് മുന്നോട്ട് നിൽക്കുന്നത്. അതേസമയം ഗ്രാഫിക്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുൻതൂക്കം സ്നാപ്ഡ്രാഗൺ 710 ആണോ എന്നുള്ളതാണ്. അതായത് ആപ്പുകളും മറ്റും ഓപ്പൺ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരല്പം മുൻതൂക്കം സ്നാപ്ഡ്രാഗൺ 675 കിട്ടിയേക്കാം. അതേസമയം ഗെയിം കളിക്കുന്ന കാര്യം വരുമ്പോഴത്തേക്ക് ഫ്രെയിം ഡ്രോപ്പ് കൂടാതെ വളരെ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന റിയൽമി 3 പ്രോയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഗെയിമിൻ്റെ കാര്യത്തിൽ ഗെയിം കളിക്കുന്ന ആ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു പ്രോസർ അല്ലെങ്കിൽ വളരെ മികച്ചൊരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് റിയൽമി 3 പ്രോ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഗ്രാഫിക്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്രീനോ 616 ആണ് റിയൽമി 3 പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി വീക്കായ അഡ്രീനോ 612 ആണ് സ്നാപ്ഡ്രാഗൺ 675 അല്ലെങ്കിൽ റെഡ്മി നോട്ട് 7 പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും നല്ലൊരു മുന്നേറ്റം ഈ പറയുന്ന റിയൽമി 3 പ്രോയുടെ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ പവർ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ ഒരല്പം മുൻതൂക്കം, അതായത് 10 നാനോമീറ്ററിലാണ് ഈ പറയുന്ന സ്നാപ്ഡ്രാഗൺ 710 നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ സ്നാപ്ഡ്രാഗൺ 675 നിർമ്മിച്ചിരിക്കുന്നത് 11 നാനോമീറ്ററിലാണ്. ഒരു ചെറിയൊരു വ്യത്യാസം പവർ എഫിഷ്യൻസിയുടെ കാര്യത്തിലും അതേപോലെ തന്നെ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലും തീർച്ചയായിട്ടും നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളത് ഈ പറയുന്ന റിയൽമി 3 പ്രോയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യം തന്നെയാണോ എന്നുള്ളതാണ്. ക്യാമറയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 16+5 മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറയുമായിട്ടാണ് റിയൽമി 3 പ്രോ വരുന്നത്. അതേപോലെ തന്നെ വളരെ മികച്ചൊരു സെൻസറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് OnePlus 6Tയിൽ ഉപയോഗിച്ചിരിക്കുന്ന സോണിയുടെ IMX519 എന്ന് പറയുന്ന സെൻസറാണ് ഈ പറയുന്ന റിയൽമി 3 പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. 16+5 മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറയ്ക്ക് വളരെ നല്ല ക്വാളിറ്റിയോടുകൂടിയ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. റെഡ്മി നോട്ട് 7 പ്രോയുടെ ക്യാമറയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണോ എന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 7 പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്ന IMX586 എന്ന് പറയുന്നത് അതും സോണിയുടെ തന്നെ സെൻസറാണ്. തീർച്ചയായിട്ടും കുറച്ചുകൂടി മികച്ച ഒരു സെൻസർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും റെഡ്മി നോട്ട് 7 പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻസറാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഡേ ലൈറ്റിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയ ചിത്രങ്ങൾ റെഡ്മി നോട്ട് 7 പ്രോയിൽ എടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം നൈറ്റ് മോഡിൽ എടുത്ത ചിത്രങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നോക്കാൻ നേരം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരല്പം മുൻതൂക്കമുള്ളത് റിയൽമി 3 പ്രോയിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഡേ ലൈറ്റിൽ എടുക്കുന്ന റിയൽമി 3 പ്രോയുടെ ചിത്രങ്ങൾ മോശമാണെന്നല്ല, ഏതാണ്ട് ഒരു 10-15% മികവുള്ളത് റെഡ്മി നോട്ട് 7 പ്രോയ്ക്ക് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്കറിയാം OnePlus 6T എന്ന് പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു മൊബൈൽ ഫോണാണ്. അതിൻ്റെ അതേ ലെവലിലുള്ള ഒരു ക്യാമറ ക്വാളിറ്റിയോട് കൂടിയ മൊബൈൽ ഫോണാണ് റിയൽമി 3 പ്രോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ മികച്ച ക്വാളിറ്റിയോട് കൂടിയ ചിത്രങ്ങൾ എടുക്കാൻ ഈ പറയുന്ന റിയൽമി 3 പ്രോയുടെ ബാക്ക് ക്യാമറയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ്.
അതേപോലെ തന്നെ 16+5 മെഗാ പിക്സലാണ്. 5 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഉപയോഗിച്ചിരിക്കുന്നത് ഡെപ്തിന് വേണ്ടിയാണ്. റിയൽമി 3യുടെ ബാക്ക് ക്യാമറയ്ക്ക് 4K EAS തുടങ്ങിയ സപ്പോർട്ടൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ സൂപ്പർ സ്ലോ മോഷൻ വീഡിയോ 960 FPS എടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് നമ്മൾ റെഡ്മി നോട്ട് 7 പ്രോയിൽ നമ്മൾ കണ്ടതാണ്, സ്ലോ മോഷൻ വീഡിയോകൾ എടുക്കുന്ന സമയത്ത് വളരെ ജെർക്കിയായ ഒരു വീഡിയോ ആണ് നമുക്ക് റെഡ്മി നോട്ട് 7 പ്രോയിൽ കിട്ടിയിരിക്കുന്നത്. അത് അപ്ഡേറ്റിന് ശേഷവും ശരിക്കും അങ്ങോട്ട് ഇനിയും പൂർണ്ണമായ രീതിയിൽ അതൊരു ഫങ്ഷണബിൾ ആയിട്ടില്ല എന്ന് വേണം പറയാൻ. അതേസമയം സ്ലോ മോഷൻ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും റിയൽമി 3 പ്രോയ്ക്ക് നല്ലൊരു മുൻതൂക്കമുണ്ട് എന്നുള്ളതാണ്. ഇനിയും സെൽഫിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 25 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയുമായിട്ടാണ് റിയൽമി 3 പ്രോ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയ വളരെ മികച്ച ഒരു, അതായത് നമ്മൾ റിയൽമി U1 കണ്ട അതേപോലത്തെ ക്വാളിറ്റിയോട് കൂടിയ സെൽഫി ചിത്രങ്ങൾ എടുക്കാൻ തീർച്ചയായിട്ടും ഈ പറയുന്ന റിയൽമി 3 പ്രോയുടെ ഫ്രണ്ട് ക്യാമറയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ്. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമി 3 പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് 4045, അതായത് റഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 4000 mAh ബാറ്ററിയുമായിട്ടാണ് റിയൽമി 3 പ്രോ വരുന്നത്. അതായത് നമ്മൾ റെഡ്മി നോട്ട് 7 പ്രോയിലൊക്കെയുള്ള ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ റെഡ്മി നോട്ട് 7 പ്രോയും റിയൽമി 3 പ്രോയും ഏതാണ്ട് സെയിം ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ് ഉള്ളത്. അതേസമയം ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും മുൻതൂക്കമുള്ളത് റിയൽമി 3 പ്രോയ്ക്ക് തന്നെയാണെന്നുള്ളതാണ്. അതായത് വൂക്ക് ചാർജ് 3 സപ്പോർട്ടോട് കൂടിയ, അതായത് നമ്മൾ റെഡ്മി നോട്ട് 7 പ്രോയിൽ ഉണ്ടായിരുന്നത് ക്വിക്ക് ചാർജ് 4 ആണെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പോയുടെ വൂക്ക് ചാർജ് 3 സപ്പോർട്ടോട് കൂടിയ മൊബൈൽ ഫോണാണ് റിയൽമി 3 പ്രോ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്മി നോട്ട് 7 പ്രോയുടെ കൂടെ അതിൻ്റെ ബോക്സിൽ വന്നിരിക്കുന്നത് 10 വാട്ടിൻ്റെ ചാർജറാണ് എന്നുണ്ടെങ്കിൽ റിയൽമി 3 പ്രോയുടെ കൂടെ വരുന്നത് 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് ഏതാണ്ട് 50% ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് റിയൽമി അവകാശപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും അത് വളരെ നല്ല മികച്ചൊരു വേഗമാണ് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം റെഡ്മി നോട്ട് 7 പ്രോ ഫുൾ ചാർജ് ആകണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 2 മണിക്കൂർ 20 മിനിറ്റ് ആവശ്യമാണ്. അതിൻ്റെ പകുതി സമയം മതി എന്നുള്ളതാണ് റിയൽമി 3 പ്രോ ഫുൾ ചാർജ് ആക്കാൻ. തീർച്ചയായിട്ടും വളരെ വേഗതയിലുള്ള ഫാസ്റ്റ് ചാർജിങ് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അത് റിയൽമി 3 പ്രോ വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് 9ലാണ്. കളർOS 6ലാണ് ഈ മൊബൈൽ ഫോൺ പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ റെഡ്മി നോട്ട് 7 പ്രോയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ട്രിപ്പിൾ സിം കാർഡ് സ്ലോട്ടുമായിട്ടാണ് റിയൽമി 3 പ്രോ വരുന്നത്. തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് നമുക്ക് ഒരേ സമയം 2 സിം കാർഡും ഒരു മൈക്രോ SD കാർഡും റിയൽമി 3 പ്രോയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതേസമയം റെഡ്മി നോട്ട് 7 പ്രോ വരുന്നത് 2 സിം സ്ലോട്ട് മാത്രമുള്ള സിം ട്രേയുമായിട്ടാണ്. അതൊരു മുൻതൂക്കമാണ്. അതേസമയം റിയൽമി 3 പ്രോയുടെ ഒരു ചെറിയൊരു പോരായ്മയായിട്ട് എടുത്തു കാണിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ USB Type-C പോർട്ട് ഈ പറയുന്ന റിയൽമി 3 പ്രോയിൽ ഇല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ഒരു പോരായ്മയാണെന്ന് പറയാം. അതായത് വേഗത്തിലുള്ള ഡേറ്റ ട്രാൻസ്ഫറിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന USB Type-C എന്ന് പറയുന്നത്. അത് റെഡ്മി നോട്ട് 7 പ്രോയിലുണ്ട്. അതേസമയം റിയൽമി 3 പ്രോയിലില്ല. കൂടുതൽ പേരും ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ന്യൂനതയായിട്ട് എടുത്തു കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന USB Type-C പോർട്ട് ഇല്ല എന്നുള്ളത്. അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഈ മൊബൈൽ ഫോണുണ്ട്. അതായത് ഫേസ് അൺലോക്ക്, ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, 3.5mm ഹെഡ്ഫോൺ ജാക്ക് തുടങ്ങിയ മറ്റു കാര്യങ്ങളെല്ലാമുള്ള നല്ലൊരു മൊബൈൽ ഫോൺ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്മി നോട്ട് 7 പ്രോയ്ക്ക് എല്ലാ അർത്ഥത്തിലും വെല്ലുവിളി ഉയർത്താൻ സാധിക്കുന്ന നല്ലൊരു മൊബൈൽ ഫോൺ തന്നെയാണ് ഈ പറയുന്ന റിയൽമി 3 പ്രോ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്രോസർ, അതായത് പ്രോസറിൻ്റെ കാര്യത്തിലെ ആ ഒരു ഗ്രാഫിക്സ്, ഗെയിമും മറ്റും കളിക്കുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും റെഡ്മി നോട്ട് 7 പ്രോയേക്കാളും മുൻതൂക്കമുള്ളത് റിയൽമി 3 പ്രോയ്ക്കാണ്. അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യത്തിലും മുൻതൂക്കമുള്ളത് റിയൽമി 3 പ്രോയ്ക്കാണ്. അതേപോലെ തന്നെ ട്രിപ്പിൾ സിം കാർഡോട് കൂടിയ ആ ഒരു സ്ലോട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പറയുന്ന കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ റിയൽമി 3 പ്രോയ്ക്കുണ്ട്. മറുഭാഗത്ത് റെഡ്മി നോട്ട് 7 പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ബോഡിയോട് കൂടിയ ഡിസൈനാണ്. അതേപോലെ തന്നെ ഒരല്പം കൂടി മികച്ച ഒരു ബാക്ക് ക്യാമറയാണ് ഈ പറയുന്ന റെഡ്മി നോട്ട് 7 പ്രോയിലുള്ളത്. അതേപോലെ USB Type-C പോർട്ടുണ്ട്. മൊത്തത്തിൽ രണ്ട് മൊബൈൽ ഫോണും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഏത് തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള അത്ര മികച്ച ഒരു സ്പെസിഫിക്കേഷനാണ് രണ്ട് മൊബൈൽ ഫോണിലും കൊടുത്തിരിക്കുന്നത്. പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4+64GB റിയൽമി 3 പ്രോയുടെ വില 14,000 രൂപയാണ്. അതേപോലെ തന്നെ 6+128GB മറ്റൊരു വേരിയൻറ്റിൻ്റെ വില 17,000 രൂപയാണ്. നമ്മൾ റിയൽമി 2 പ്രോയിലൊക്കെ 8GB വേരിയൻറ്റ്, 8GB റാമും 128GB സ്റ്റോറേജുമുള്ള വേരിയൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ റിയൽമി 3 പ്രോയുടെ കാര്യത്തിൽ അങ്ങനെ ആ ഒരു വേരിയൻറ്റിൻ്റെ കുറിച്ച് ഇതുവരെ നമുക്ക് അറിവായിട്ടില്ല. ഒരുപക്ഷെ ചിലപ്പോൾ ഫ്യൂച്ചറിൽ വരുമായിരിക്കാം.
പക്ഷേ എന്തായിരുന്നാലും ഈ ഒരു വിലയ്ക്ക് 14,000 രൂപയ്ക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ലഭ്യമായതിൽ വെച്ച് വളരെ നല്ലൊരു മൊബൈൽ ഫോണാണ്. അതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 15,000 രൂപയിൽ താഴെ ഉള്ള നല്ലൊരു മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കുന്നത് റെഡ്മി നോട്ട് 7 പ്രോയും അതേപോലെ തന്നെ റിയൽമി 3 പ്രോയുമാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിൽ ഏതാണ് ഏറ്റവും മികച്ചത് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു ചൂസ് ചെയ്യാൻ ഒരല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു 2 മൊബൈൽ ഫോണുകൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ എന്താണെന്ന് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മറ്റ് പുതിയ ടെക് വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.